ഹായ്, നെഹൂസ് പെറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊച്ചു വീഡിയോയാണ്. കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയെ. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ഈ സുന്ദരിയായ തെറ്റിയാണ്. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതിനകത്ത് കണ്ടില്ല നിങ്ങൾ, ഇത് എൻ്റെ മദർ പ്ലാന്റ് ആണ്. നല്ല കുടം പോലെയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. ഹൈബ്രിഡാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതുകൊണ്ട് അതിൻ്റെ ഒരു ബഞ്ച് തന്നെ കണ്ടില്ല എന്താ വലുപ്പമാണെന്ന്. ഇതുപോലെ നിറയെ പൂക്കളുണ്ടാകും. നമ്മൾ പൂക്കൾ കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി, വീണ്ടും നിറയെ പൂക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, സെയിലിനുണ്ട്. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. ഹൈബ്രിഡാണ്. ഇതൊരു തെറ്റി കൊണ്ട് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കട്ടിങ്ങിലൂടെ നിങ്ങൾക്കും ഇതുപോലെ ഒത്തിരി തൈകൾ പിടിപ്പിക്കാവുന്നതാണ്. അടുത്തത് ഈ കലേഡിയം വെറൈറ്റിയാണ്. നല്ല സൂപ്പർ കലേഡിയാണ്. നല്ല കളറ് അതുണ്ട്. അതിൻ്റെ ലീഫിലെ കളർ ഇത് ഇച്ചിരി കൂടെ ഡാർക്ക് കളറാവും. ഇപ്പോൾ ഇത് തളിരായതുകൊണ്ടാണ്, ചെറിയ തളിരില വന്നതാണ്. നല്ലൊരു കലേഡിയം വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇത് വലുപ്പമൊക്കെയുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ഇപ്പം സെയിലിനുണ്ട്. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് കലേഡിയം പിടിച്ച് കിട്ടും. അപ്പോൾ ഈ ചകിരിച്ചോറും മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ ചേർന്ന പോട്ടി മിക്സ് ഇതിനുണ്ടാക്കിയാൽ മതി. അപ്പം നന്നായിട്ട് പിടിച്ച് കിട്ടും. വേറെ രാസവളങ്ങളൊന്നും ചേർക്കരുത്. അടുത്ത സൺഡേ മൺഡേ എന്ന് പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റാണ്. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക്. നമുക്ക് ആ പൂ നമ്മുടെ ഗാർഡനിൽ വിരിയുമ്പോൾ അറിയാം. 3 കളറാണ് ഇതിൽ വരുന്നത് പൂക്കൾക്ക്. ഇതാണ് പ്ലാന്റ് സൈസ്. നമ്മുടെയൊക്കെ പൂന്തോട്ടത്തിൽ മേടിച്ച് വെക്കേണ്ട ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പൂക്കളായ പ്ലാന്റ് തന്നെയാണ് എല്ലാം. അടുത്ത വിൻഗർ റോസിൻ്റെ ഈ പ്ലാന്റുകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അടുത്തത് ഈ സക്കുലൻ്റ് പോലത്തെ ഒരു പ്ലാന്റാണ്. സക്കുലൻ്റ് അല്ല, പക്ഷേ അതുപോലെയൊക്കെ ഇരിക്കും ലീഫുകൾ. ഇതിന് സക്കുലൻ്റ് പോലെ വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തൈകളും ആകും. ഒരു ലില്ലിയുടെ ഒക്കെ പൂക്കൾ പോലെ ഒരു പൂക്കളും ഉണ്ടാവും ഇതിൽ. അടുത്തത് ഈ പ്ലാന്റാണ്. ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. സ്കാർലറ്റ് ക്ലോക്ക്വൈൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. റെഡ് കളർ ഈ ഹാങ് ചെയ്ത പോലെ പൂക്കൾ നിറയെ ഇതിലുണ്ടാകും. അതിൻ്റെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി. ഇതുപോലാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത്. നന്നായിട്ട് പൂക്കുന്ന ഒരു പ്ലാന്റ് കൂടാണിത്. അടുത്തത് നമ്മുടെയൊക്കെ പണ്ടത്തെ ഒരു പ്ലാന്റാണ്, പക്ഷേ അതിൻ്റെ വേറൊരു കളറാണ്. പൗഡർ പഫ് എന്ന് പറയും. നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നൊരു പ്ലാന്റ് കൂടാണ്. കാരണം ഞാനിതിൻ്റെ ഒരു ചെറിയ തൈ വാങ്ങിച്ചത് 150 രൂപയ്ക്കാണ്. ഇതാണ് ആ പ്ലാന്റിൻ്റെ പൂക്കളുടെ കളറ്. അതുകൊണ്ട് നമ്മുടെ ഗാർഡനിൽ വിരിഞ്ഞ മഴയായപ്പോൾ പൂക്കളെല്ലാം പോയതാണ്. നിറയെ പൂക്കളുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ കമ്പ് വെച്ച് പിടിപ്പിച്ചത് കൊണ്ടാണ് ഇതിന് ഇത്ര റേറ്റ് കുറവിൽ തരുന്നത്. ഞാൻ 150 രൂപയ്ക്കാണ് ഇതിൻ്റെ തൈ വാങ്ങി വെച്ച് പിടിപ്പിച്ചത്. അതിൻ്റെ തന്നെ റോസ് കളറിൽ പൂക്കളുണ്ടാകുന്ന പൗഡർ പഫിൻ്റെ പ്ലാന്റാണിത്. പ്ലാന്റ് സൈസാണ് ഞാൻ രണ്ടിൻ്റെയും കാണിച്ചിരുന്നത്. മറ്റേത് ആദ്യം കാണിച്ചതിന് ഇച്ചിരി ഡാർക്ക് പിങ്ക് കളർ പോലത്തെ കളറാണ്. ഇത് ലൈറ്റ് റോസ് കളറുള്ള പൗഡർ പഫിൻ്റെ പ്ലാന്റാണ്. ഇതുപോലാണ് അതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത്. രണ്ടും നല്ല പ്ലാന്റാണ്, നിറയെ പൂക്കളുണ്ടാകുന്നതാണ്. പിന്നെ അടുത്തത് ഈ ഗാർലിക് വൈൻ്റെ പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പൂക്കളാവാൻ തുടങ്ങിയ പ്ലാന്റുകളാണ് എല്ലാം. ഇപ്പം ഗാർലിക് വൈൻ നിറയെ പൂക്കുന്ന സമയമാണ്. യാതൊരു കെയറും കൂടാതെ നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടാണിത്. അതും നിറയെ കൊല കുത്തി പൂക്കും. അടുത്തത് തെറ്റിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ആഫ്രിക്കൻ തെറ്റി എന്ന് പറയും. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നീണ്ട ലീഫുകളാണ് ഇതിനുള്ളത്. ഇതിലും നിറയെ പൂക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതുണ്ട്, അതിലൊക്കെ ഈ ഇത്ര ചെറുതിലെ തന്നെ ഇതിലൊക്കെ പൂക്കളായി. അടുത്ത തെറ്റിയുടെ യെല്ലോ കളറുള്ള ഡ്വാർഫ് വെറൈറ്റിയാണ്. അതിലും പൂക്കളായ പ്ലാന്റാണ് എല്ലാം. ഇതാണ് പ്ലാന്റ് സൈസ്. പിന്നെ അതിൻ്റെ വൈറ്റ് കളറുണ്ട്, റെഡ് കളറുണ്ട്, പിന്നെ പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഉണ്ട്. അതുകൊണ്ടോ പിങ്ക് ഷെയ്ഡും ഉണ്ട്. ഇങ്ങനെ 4 ഷെയ്ഡിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സുകൾ. കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇതിലേതിലൊക്കെ പ്ലാന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വേണ്ട പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ടോടെ അയക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.